നമസ്കാരം. സർവ്വജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അമ്പലത്തിൽ പോയി കുറെ വഴിപാടൊക്കെ കഴിച്ചു വന്നിട്ട് നിങ്ങൾക്കൊരു രക്ഷയുമില്ല. ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അമ്പലത്തിൽ പോയി നിങ്ങൾ കുറെ പാൽപ്പായസം കഴിച്ചാൽ, നെയ്പ്പായസം കഴിച്ചാൽ, മറ്റേ കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കാര്യം നടക്കുകയുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ആത്മതത്വത്തെ നിങ്ങൾ കണ്ടുപിടിക്കാം. ആത്മാവിലിരിക്കുന്ന ശക്തിയെ അത് സ്വയം അനുഭവത്താൽ പഠിച്ചെടുക്കണം. ഒരു ആചാര്യന്മാരും പറഞ്ഞു തന്നാൽ മനസ്സിലാവൂല. സ്വയം നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ അതിന് തെളിവ് കാണിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്കും കാണിച്ചു തരാനോ പറഞ്ഞു തരാനോ സാധിക്കുകയില്ല. കാരണം വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് കുളിച്ച് ഭസ്മചന്ദനാദി കുടികളൊക്കെ തൊട്ട് കിഴക്കോട്ട് തിരിഞ്ഞോ വടക്കോട്ട് തിരിഞ്ഞോ ചമ്മനപ്പടിയിട്ട് ഇരുന്ന് ഓം എന്ന പ്രണവമന്ത്രത്തോടുകൂടി എന്തെങ്കിലും ഒരു ഈശ്വരന്റെ നാമം ജപിക്കാം. അത് ജപിച്ച് കുറച്ച് അരമണിക്കൂർ, 15 മിനിറ്റെങ്കിലും 20 മിനിറ്റാണ് വേണ്ടത്, ധ്യാനത്തിൽ അമരാം. ആ ധ്യാനത്തിലിരുന്ന് ആ ശ്വാസം വലിച്ചു വിടുന്ന ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് ലയിക്കാം. അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു പോയാൽ നിങ്ങളുടെ സംഖ്യ ഏറെക്കുറെ ആവുമ്പോൾ നിങ്ങൾക്കൊരു ഗുണം ലഭിക്കും. അല്ലാതെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുറെ വഴിപാടൊക്കെ കഴിച്ചു വന്നാൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും കിട്ടില്ല. ആ നേരത്തുള്ള ആ സമൃദ്ധിയല്ലാതെ കണ്ട് ബാക്കിയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? കാലത്തുണർന്ന് വെളുപ്പിന് 3 മണിക്ക് ഉണർന്ന് പല്ലേച്ച് മുഖം കഴുകി ശൗചാദികളൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഓം എന്ന പ്രണവമന്ത്രം, അതിൽ കൂടെ എന്തെങ്കിലും ശക്തിയെ പ്രാപിച്ചിട്ടുള്ള മന്ത്രങ്ങളും കൂടി ജപിക്കാം. അതിന്നൊന്നുമില്ല, നിങ്ങളുടേതായിട്ടുള്ള ഈശ്വര ഭജനം മതി. അനാചാര്യന്മാരോ മറ്റൊന്നുമില്ല, ആർക്കും കാണിച്ചു തരാൻ സാധിക്കുകയില്ല ഈശ്വരന്. സ്വയം ഈശ്വര ശക്തി നിന്റെ ആത്മാവിൽ കുടികൊണ്ടിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ നീ കാണാൻ ശ്രമിക്കുക. അപ്പോ ആ ചൈതന്യം കാണുന്നത് ദൃഷ്ടിയിലാണ്. ആ ദൃഷ്ടിമന്ത്രത്തെ ദൃഷ്ടിയിൽ വെച്ച് ഭഗവാനെ കണ്ട് പൂജിച്ച് ജപിച്ച് ധ്യാനത്തിൽ അമർന്നു കഴിഞ്ഞാൽ നിന്റെ സകല സൗഭാഗ്യങ്ങളും നിനക്ക് നേടാവുന്നതാണ്. ആ ആത്മചൈതന്യം കണ്ടു കിട്ടാനാണ് പണി. അത് കാണുന്നത് വരെയും ഇരിക്കണം. അത് കാണുന്നവരെ ഇരുന്ന് ജപിച്ച് സിദ്ധി ചെയ്തെങ്കിൽ മാത്രമേ ഈശ്വര ചൈതന്യം കിട്ടുകയുള്ളൂ. അമ്പലത്തിലൊന്നും പോയിട്ട് പൂജാരിയോ അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞ കേട്ടിട്ട് കുറെ വഴിപാടൊക്കെ കഴിച്ച് ഒന്ന് ചെരുട്ടൊക്കെ അടിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടാനില്ല. ആ പൈസ പോകാനും നേരം പോകാനും മാത്രമേ ഉള്ളൂ. എന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോകണ്ടെന്നല്ല, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട് അവിടെ. അതായത് ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, ശരിയായ ശരീരത്തിന്റെ പ്രവർത്തനം നടക്കാൻ ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ 4 വശത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ കൂടി ഒരു 7 പ്രദക്ഷിണോ 4 പ്രദക്ഷിണോ ചെയ്ത് 3 പ്രദക്ഷിണോ ചെയ്ത് പോരാ. അമ്പലത്തിൽ ചെല്ലുമ്പോൾ നാമജപം തുടങ്ങണം. പോരുന്നവരെയും സംസാര വിഷയങ്ങളൊന്നും പാടില്ല. ആ നാമജപത്തോടുകൂടി പ്രദക്ഷിണം ചെയ്ത് ദണ്ഡനമസ്കാരം നടത്തി പോരുക. വേറെ വഴിപാടൊന്നും നടത്താൻ ഞാൻ പറയുന്നില്ല. കാരണം ഭഗവാൻ വഴിപാടിന് വേണ്ടി ഇരിക്കുന്നില്ല അവിടെ. നിന്റെ 1 ലിറ്റർ പായസത്തിനോ അല്ലെങ്കിൽ 1 ലിറ്റർ പായസത്തിന് ഞാൻ തരാ, എന്റെ മോളെ ജയിപ്പിക്കണം അല്ലെങ്കിൽ എന്റെ മോനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ പോകാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതിലും വലുതാണ് നിന്റെ സ്വയം ആത്മാവിൽ കുടികൊള്ളുന്ന സർവേശ്വരൻ. അത് കുണ്ടലി ശക്തിയിൽ നിന്നും ഉണർന്ന് മൂർധാവിൽ വരണം.
പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമോ ശിവശംഭോ എന്ന് പറയുന്ന നാമമാണ് ഈ 6 പടി. ഈ 6 പടി നീ ജപിച്ചു വന്നാലേ നിന്റെ ആത്മചൈതന്യത്തെ നിനക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരാളെ കൊണ്ടും ഒരു ഈശ്വരനെ കാണിച്ചു തരുവാനോ ഈശ്വരന്റെ യുക്തികളൊന്നും കാണിച്ചു തരാനോ ശക്തികളെ കാണിച്ചു തരാനോ സാധിക്കുകയില്ല. ശരിയാം വിധത്തിൽ നീ മനസ്സ് ഇരുത്തി പ്രാണായാമത്തിൽ കൂടി ജപിച്ച് ആ പ്രാണായാമം നടത്തിയാൽ നിന്റെ ആത്മസംതൃപ്തി വരുന്നതും സർവ്വ സൗഭാഗ്യങ്ങൾ വരുന്നത് തടയാതിരിക്കാനും നിന്റെ കുടുംബത്തിനും ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമമാകുന്നു. അപ്പോ നമ്മ എന്താ ചെയ്യണ്ടേ? 3 മണിക്കുണർന്ന് സൗജാദികളൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് സാധാസനത്തിലിരുന്ന് ജപിക്കണം. എന്താസനം മതി? ആ ആസനമനുസരിച്ചിരുന്ന് ആ പ്രാണായാമമെടുത്ത് ആത്മചൈതന്യത്തെ ഉണർത്തി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വര ചൈതന്യം ലഭിക്കുകയുള്ളൂ. അല്ലാതെ കുറെ കടങ്ങാറ്റി വിളിച്ചിട്ടോ കൂകിയിട്ടോ അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടോ ഇത് ചെയ്തിട്ടൊന്നും ഒരു ദൈവവും വരാൻ പോണില്ല. നിത്യേന നീ ഇത് ചെയ്ത് നിന്റെ ആത്മചൈതന്യത്തെ വർദ്ധിപ്പിക്കുക, കുടുംബത്തെ കുട്ടികളെയും പഠിപ്പിക്കുക. ഇതിൽ നിന്നും നിനക്ക് കിട്ടുന്ന ശക്തി എന്താണെന്ന് 41 ദിവസത്തിനകത്തറിയാം. അധികം നാളൊന്നും വേണ്ട നിനക്ക് നിന്റെ വിവരങ്ങൾ അറിയുവാൻ. അപ്പൊ ആത്മചൈതന്യം എന്താണ്, ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്, ഈശ്വരശക്തി എവിടെയാണ് എന്നുള്ളത് കാണണമെങ്കിൽ സ്വയം ജപിച്ച് സിദ്ധി വരണം. സ്വയം ജപിച്ച് സിദ്ധി വന്നെങ്കിൽ മാത്രമേ നിനക്ക് ആത്മചൈതന്യം ലഭിക്കുകയുള്ളൂ. ഇപ്പോ നമ്മള് ഒരു നക്ഷത്രം ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തെ പറ്റി എന്നെ ലഘൂകരിച്ച് പറയുവാൻ എനിക്ക് സാധിക്കും. അതേപോലെ ആർക്കും സാധിക്കും പഠിച്ചാൽ. അപ്പോൾ ആ പഠനം പോലെ ഇരിക്കും നിങ്ങളുടെ വിജയം. നീ എത്രയോ വിജയിക്കുന്നുവോ അതിന് ഒരു കാരണം വേണം. ആ കാരണം മൂലശക്തിയായിരിക്കുന്ന ഈശ്വര പ്രണവമന്ത്രം. ആ പ്രണവമന്ത്രത്തെ ജപിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അതിനുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പൊ 6 പടിയെന്ന് പറഞ്ഞില്ലേ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമോ ശിവശംഭോ എന്ന് പറയുന്നത് നമ്മളുടെ കീഴ്മഞ്ചിലി സുമഞ്ചിലി കുണ്ടലി എന്ന് പറഞ്ഞ 3 ഞരമ്പാണ്. ഈ 3 ഞരമ്പിൽ കീഴ്മങ്കലിനെ അമർത്തി സുമങ്കലിനെ ഉണർത്തി കുണ്ടലിനെ ഉണർത്തുന്നതാണ് ഈ പറഞ്ഞ ആത്മചൈതന്യം. ആ കുണ്ടലി ശക്തി നിനക്കുണർന്നാൽ നിന്റെ ജീവിതത്തെ ഒരാളും പിടിച്ചാൽ മാറുകയില്ല. അത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. നിന്റെ ശരീരത്തിലെ രോഗം മാറ്റാനും നിന്നെ മറ്റൊരു മാറ്റാനും അത് പിതാവിന്റെയോ മാതാവിന്റെയോ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന രോഗപീഠാണുക്കൾ നിന്നിൽ ഉള്ളതിന്റെ പേരിൽ നിനക്ക് പല രോഗങ്ങളൊക്കെ വരും എന്നും പറഞ്ഞ് ഞാൻ ഭഗവാനെ വിളിച്ചിട്ട് എനിക്ക് രോഗം വന്നല്ലോ എന്ന് പറയരുത്. അത് ബസ്സിൽ കയറിയാൽ ബസ്സിന്റെ മുകളിൽ നമ്മ പിടിച്ചാൽ ആ പിടി വിടാതെ നിന്നെങ്കിൽ മാത്രമേ നമ്മ മുൻകുത്തി വീഴാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്തോ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ ഈശ്വരനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാണുന്ന മൂർധാവിൽ നിന്റെ ഈശ്വര ചൈതന്യത്തെ കണ്ട് നിനക്ക് നമസ്കരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പറിൽ ആ നമ്പറിൽ വിളിച്ചാൽ തരാം. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ അപ്പാപ്പൻ്റെയാണ്.
അപ്പോൾ ഞങ്ങൾ കണ്ടൻറ്റൊക്കെ നോക്കാൻ നേരത്തെ അപ്പാപ്പൻ ഞങ്ങൾ കണ്ടൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അപ്പാപ്പനാണ് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് ഗൈസ്. പിന്നെ എന്താ പറഞ്ഞത്, അപ്പാപ്പൻ കാണാണ്ടാണ് വായിച്ചത്. പിന്നെ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാപ്പൻ്റെ നമ്പറാണ്. അപ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രങ്ങളില്ലേ, അപ്പോൾ ആ നക്ഷത്രങ്ങളുടെ എന്താ പറയുക, നമ്മുടെ നക്ഷത്രങ്ങളുടെ എന്താണ് ഗ്രഹനില അറിയാനായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പിന്നെ അതിനെപ്പറ്റി ആ നക്ഷത്രത്തിനെ ഗ്രഹനിലയൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് അപ്പൂപ്പൻ്റെ നമ്പറാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോസും പിന്നെ ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാലും സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടാൻ നിർത്താൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നോക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.